സ്വാമിജി 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 നമസ്കാരം സ്വാമി. എന്റെ കൈ നോക്കൂ. ഞങ്ങളുടെ ഈ കൈ നോക്കിയിട്ട് ഞങ്ങളുടെ സമയം എങ്ങനെയാണെന്ന് പറയാമോ? അങ്ങനെ ആവട്ടെ. ചോദിക്കുന്ന കൈ കണ്ടിട്ടുണ്ട്, ഭിക്ഷ യാചിക്കുന്ന കൈ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് കൈ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈയുണ്ടല്ലോ, അശുദ്ധം അശുദ്ധം അശുദ്ധം. സ്വാമിജി ഒരു സംഭവമാണ് കേട്ടോ, എല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. എന്റെ ജ്ഞാനദൃഷ്ടി എന്താ പറയുന്നതെന്നോ? സ്വാമിജി, ഞങ്ങൾ 3 പേരും കൂടെ ഒരു പുതിയ വിപ്ലവം സൃഷ്ടിക്കാനായി തീരുമാനം എടുത്തിരിക്കുകയാണ്. അതും കൂടി എന്റെ ജ്ഞാനദൃഷ്ടിയിൽ വന്നല്ലോ ഭക്ത. അതെന്താന്നറിയില്ല സ്വാമി, എന്ത് ചെയ്യാൻ നോക്കിയാലും തടസ്സമാ. അതും ഇപ്പോൾ നാഭി കമലത്തിൽ നിന്നും വന്ന ജ്ഞാനവളിയിൽ കണ്ടു ഭക്ത. ഓ, സ്വാമിജിക്ക് എല്ലാം ജ്ഞാനദൃഷ്ടിയിൽ തെളിയുന്നുണ്ടല്ല. നമ്മുടെ വിപ്ലവം സക്സസ് ആണ്, ഗ്യാരണ്ടി. സ്വാമി, എനിക്ക് തരേണ്ടത് ഇങ്ങോട്ട് തന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമോ ചോദിച്ചു വാങ്ങിച്ചോളൂ. കാശ് കൊടുക്കടാ, പ്ലീസ് ടേക്ക് ദിസ്. വാങ്ങിച്ചോളൂ സ്വാമി. ശുഭം മംഗളം. കാലത്ത് മുതൽ ഞങ്ങൾ 3 പേരും ഒരു റോസാപ്പൂവിന് വേണ്ടി സെർച്ചിങ്. റോസാപ്പൂവിൽ ഒരു മുള്ളുണ്ടെന്ന് എന്റെ ജ്ഞാനദൃഷ്ടിയിൽ തെളിയുന്നു. തീയാ ചോര വരുന്നേ. അതെ സ്വാമിജി, നിങ്ങളുടെ ദിവ്യ ദൃഷ്ടിയിൽ നോക്കി ആ മുള്ളില്ലാത്ത റോസാപ്പൂ എവിടെ കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ 3 പേരും ചേർന്ന് ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ശോഭന നിർത്തേക്ക് സ്വാമി. ഇത്രയും വൃത്തികെട്ട ചിന്തകളൊന്നും എന്റെ ജ്ഞാനദൃഷ്ടിയിൽ ഇന്ന് വരെ വന്നിട്ടില്ല. അതെയോ? ഈ മഹാപാപത്തിനൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല. ഈ കൈ കൊണ്ട് ഞാൻ പാപങ്ങൾ ചെയ്യാറില്ല. ഇത് പരിശുദ്ധിയുള്ള കൈയാണ്. സ്വാമിയുടെ കൈ കണ്ടില്ലേ, നമ്മുടെ കൈയിനെക്കാളും വൃത്തികെട്ട കൈയാണ് ഇത്. മോസ്റ്റ്ലി സ്വാമി പാവം ക്രൂരൻ പണം 10 പ്രാവശ്യങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലേ സ്വാമി? ഈ സ്വാമി ഞാൻ കണ്ടിട്ടുണ്ട്. സ്വാമിയുടെ കയ്യിൽ മുള്ളു കുത്തി രേഖ കാണുന്നില്ല. നല്ല തമാശയാ കേട്ടോ. നിങ്ങളുടെയൊക്കെ സമയം കത്തി നിൽക്കുവല്ലേ, അതുകൊണ്ടാ. ഇതേ കാലചക്രം തിരിഞ്ഞു കറങ്ങിയാലുണ്ടല്ലോ ഭക്തരെ, ഈ നാട്ടുകാരെല്ലാം നിങ്ങളെ കണ്ട് ചിരിക്കും, തെണ്ടി കുത്തുപാള എടുക്കും. ഈ കോമഡിയൊക്കെ ട്രാജഡി ആയി പോവും. എന്റെ കമണ്ടലം കൊണ്ട് നിങ്ങളുടെ കവിളത്ത് പെരുമാറുന്നതിന് മുൻപ് തെറിച്ചോടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇവരെന്താ ശപിക്കുന്നത്? വാ, നമുക്ക് സ്ഥലം വിടാം. സ്വാമി, സാനിറ്റൈസർ യൂസ് ചെയ്ത് കൈ കഴുകുക. വളരെ മാറി. എന്റെ നല്ല സമയം തുടങ്ങി. ശിഷ്യ, മംഗളത്തിന് ക്യാൻസൽ ചെയ്ത് കോമളത്തിന് ബ്ലോക്ക് ചെയ്. എന്നാ അവളെ കള, പരിമളത്തിനെ വിളിക്ക്. എന്റെ പരിമളം. ചിരിക്കുന്ന ചുമക്കുമ്പോൾ തന്നെ ഭാഗ്യമഷിയിൽ കുറിച്ചിട്ട് പോയി പോലും ദൈവം കനവിൻ പൂമുട്ടകലൻ കരളിൽ വിടരാൻ തുടിക്കുന്ന പ്രായം മധുവങ്ങൾ മൊഴി മൊഴി ചുറ്റും മധുരം നുകരും പരുവം ഇറക്കുമ്പോൾ തന്നെ ഭാഗ്യമഷിയ കുറിച്ചിട്ട് പോയി പോലും ദൈവം ഓർഡർ സാർ. അല്ലെങ്കിൽ 3 ബക്കാടി ലാർജ്. ജൽദി ലേക്കോ. ठीक है साहब. എന്റെ അഭിപ്രായത്തിലെ ഈ പിങ്ക് പാർട്ടി ഐഡിയ ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും 3 പേർക്കും നല്ലത്. നമ്മൾ കഠിനമായി പ്രയത്നിച്ചാലേ ഫലിതം കിട്ടുകളിയാ. വൈ ടെൻഷൻ, ബി കൂൾ മാൻ.
നമുക്ക് ആളെ കിട്ടിയടാ. എവിടാ എവിടാ? ദാണ്ട കണ്ട. എവിടെ ഹായ് ഗേൾസ്, നിങ്ങളുടെ ഡ്രസ് അടിപൊളി. ബ്യൂട്ടിഫുൾ. നമസ്കാരം. നമസ്കാരം സാറേ. ബഗ് ബഗ് ബോയ്സ്, നിങ്ങൾ ദുബായിൽ പോയി അടിച്ചു പൊളിച്ചോണ്ടിരിക്കുന്നു വിചാരിച്ചപ്പോ ഇവിടെ എന്താ അത് ചെയ്യുന്നത്? ഫ്ലൈറ്റിന് ഇനി പെയിന്റ് അടിച്ച് തീർന്നില്ല, നാളെ വരാൻ പറഞ്ഞു. നീ എന്താ പറഞ്ഞേ? അല്ല, ഫ്ലൈറ്റ് പെയിന്റ് അടിച്ചില്ല. ബ്ലാക്ക്ബെറി, സെയിം പിഞ്ച്. നീ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറുന്ന കാര്യം എനിക്കറിയാന്നുള്ളത് നിനക്കറിയില്ലല്ലോ. അതല്ലേ നീ തള്ളുന്നേ. ഇറ്റ്സ് ഓക്കേ. ജീവിതം കളർഫുൾ ആയിരിക്കണോ എങ്കിൽ കളർഫുൾ ആയി സംസാരിക്കണം, കളർഫുൾ ആയി എൻജോയ് ചെയ്യണം. സൂപ്പർ മാമ. എന്തോ മാമ? മാമനല്ല ബോസ്. ഇന്ന് ഞങ്ങൾ എല്ലാരും ചേർന്ന് കളർഫുൾ ആയിട്ട് എൻജോയ് ചെയ്യുന്ന തീരുമാനിച്ചു. ഞങ്ങളുടെ കളർഫുൾ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ശരി, കളേഴ്സ് അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാം? എന്ത് കളറാ വേണ്ടത് നിങ്ങൾക്ക്? റെഡ്, യെല്ലോ, വൈറ്റ്, ബ്ലൂ, പിങ്ക്. ആവില്ലേ ബോയ്സ്? അത്രയല്ലേ ഉള്ളൂ. എന്നാ പിടിച്ചോ. ബോസേ, ഞങ്ങൾക്ക് വേണ്ടത് ഇങ്കല്ല, പിങ്ക്. നല്ല പയ്യന്മാരല്ലേ? നിങ്ങളുടെ ബഗ് ബഗ് ബാറിലേക്ക് വന്നപ്പോഴേ എന്നെ നല്ലോണം ശ്രദ്ധിച്ചില്ലോ. ഒരു നല്ലത് ചെയ്യാന്ന് വിചാരിച്ചപ്പോ നിങ്ങൾ എന്നെ ബ്രോക്കർ ആക്കി കളഞ്ഞല്ലോടാ. ഓ, ദേഷ്യപ്പെടല്ലേ. സാർ ദാ കോപിക്കല്ലേ? പേന. എല്ലാ ജോലികളും ആ ദൈവത്തെ കൊണ്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടല്ലേ നിങ്ങളെ പോലത്തെ ആൾക്കാരെ ഞങ്ങളെ പോലത്തെ ആൾക്കാരെ വേണ്ടി അയച്ചിരിക്കുന്നേ. ആ റോസാപ്പൂ കിട്ടുന്ന സ്ഥലം മാത്രം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാ പിന്നെ നിങ്ങളായിരിക്കും ഞങ്ങളുടെ ഇഷ്ട ദൈവം. നിങ്ങൾ ഈ കാണിക്കുന്ന കാണുമ്പോ കോസ്റ്റ്ലി ഹോട്ടലിൽ പോയിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചു കഴിച്ച് പിന്നെ അതിനെ ഛർദ്ദിച്ച് കാശ് പോയല്ലോ എന്ന് ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ട്. ഇനി നോക്കിയേ, നിങ്ങൾക്ക് ഒരു പ്രശ്നം വരരുതെങ്കിൽ ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേട്ടിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. കേട്ടോ കുട്ടികളെ? പോയിന്റ് നമ്പർ 1, അത് പിന്നെ യാതൊരു കാരണവശാൽ സെൽഫി ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇടരുത്. പോയിന്റ് നമ്പർ 2, നിങ്ങൾ എത്രയ്ക്ക് അവരെ ഇംപ്രസ് ചെയ്യുന്നു അത്രയ്ക്ക് ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. സോ അട്രാക്ഷൻ ആൻഡ് ഇംപ്രസ് is very very important. പോയിന്റ് നമ്പർ 3, യാതൊരു കാരണവശാൽ നിങ്ങളെ പറ്റിയുള്ള സത്യങ്ങൾ ആരോടും പറയരുത്. വല്ല കള്ളത്തനവും ഊഹിച്ചെടുത്ത് അവരോട് പറഞ്ഞു ഒരു തള്ളുക. പോയിന്റ് നമ്പർ 4, യാതൊരു കാരണവശാൽ അവരുടെ സ്പോട്ടിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ സ്പോട്ടിലേക്ക് അവരെ വർത്തിക്കുക ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. പോയിന്റ് നമ്പർ 5, ഒരു പക്ഷേ വേറെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ 3 പേരല്ലാതെ മറ്റാർക്കും ആ പ്രശ്നം അറിയാൻ ഇടവരുത്തരുത്. പ്രോബ്ലം എന്തെങ്കിലും വന്നെങ്കിൽ നിങ്ങൾക്കുള്ളിൽ തന്നെ അത് സോൾവ് ചെയ്തോളൂ. ആക്രാന്തി മൂത്ത് സേഫ്റ്റി ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മാറാരോഗം വരൂടെ. പറഞ്ഞല്ലേ നേരം വിളിപ്പിക്കും. സേഫ് സെക്സ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സാറിന്റെ പോയിന്റ്സ് എല്ലാം ഞങ്ങൾ അതേപടി ഫോളോ ചെയ്തോളാം. ഏരിയ, അഡ്രസ്, ബഡ്ജറ്റോ? നിക്കടാ, ധൃതി പിടിക്കാതെ. ഐമാക്സ് ഓപ്പോസിറ്റിലുള്ള കത്തീഡ്രൽ റോഡ്, അവിടെ പാനിപ്പൂരി വണ്ടിയിലെടുത്ത് ആ റോസാപ്പൂ നിൽക്കും. നിങ്ങൾ അടുത്ത് പോയി കളർഫുൾ എന്ന് പറഞ്ഞാൽ അവള് കളർഫുൾ എന്ന് പറയും. അതാണ് അവളുടെ പാസ്വേഡ്. മാമനോ? നിങ്ങളുടെ സ്പീഡ് കണ്ടിട്ട് നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിൽ പോയി പെടുമെന്ന് എന്റെ മനസ്സിൽ തോന്നുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ അടുത്ത് തന്നെ തിരിച്ചു വരണം. തീർച്ചയായും തിരിച്ചു വരും. ഐ വിൽ വെയിറ്റ്. സോറി ഗേൾസ്, ഈ വേസ്റ്റ് ഫെലോസ് കാരണം നമ്മുടെ ടൈം വേസ്റ്റ് ആയി പോയി. വരൂ കുട്ടികളെ, വരൂ, നമ്മുടെ ടൈം എൻജോയ് ചെയ്യാം. ഇതാണ് കളർമാവൻ പറഞ്ഞ സ്ഥലം. അതേ റോഡ് തന്നെയാ. പാണിപ്പൂരി വണ്ടിയുണ്ട്. ആഹാ, കളർ മാമൻ പറഞ്ഞ സ്ഥലം ഇത് തന്നെയാണ്. അതൊക്കെ ശരി. റോസാപ്പൂ എവിടാ? അവിടെ നോക്ക്, ആ പെണ്ണ് തന്നെയായിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന റോസ്. പക്ക. ആള് കാണാൻ നല്ല ഡീസന്റ് ആണല്ലോടാ. മിസ്സായ നമ്മളെ മാരേജ് പ്രോപ്പർട്ടി ഡാമേജ് ആവും. അളിയ, നമ്മളിത് എത്ര കണ്ടതാടേ. തളരാതളിയാ, ഞാനിവിടെ ഇല്ലേ? ആഹാ, ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഈ ചേട്ടന് നന്നായിട്ട് അറിയാം. ടിൻഡു മരുന്ന് മിണ്ടാതിരുന്നാ മതി. ജസ്റ്റ് ഫോളോ മീ ഐസേ. എനിക്കെന്തോ ഡൗട്ട് തോന്നുന്നു.
ചേട്ടനെ കാണാൻ ഓംപുരി പോലെ ഉണ്ട്, ഒരു ബേൽപുരി തരാമോ? കളർഫുൾ. Colorful. അത് എന്താന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ ഇന്ന് First time ആ? അതെ. ഒറ്റയ്ക്കാണോ? ആ, ഞങ്ങളുണ്ട്. ഞാനുണ്ട്, പാർട്ട്നേഴ്സ് ആണ്. ബേൽപൂരി. അല്ല, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ്? എത്രയാണ്? എന്താ ഇത്ര ആലോചിക്കുന്നത്? ഒരാൾക്ക് 5000 ആണ്, 3 പേരാണെങ്കിൽ 15000 ആവും. അത് ഓൺലി ഫോർ 3 hours. പണിയുടെ കാര്യത്തിൽ ഞാൻ പ്രൊഫഷണലാ, അത് പറഞ്ഞേക്കാം. നോ ബാർഗെയിൻ, ഫിക്സഡ് റേറ്റ്, ജെന്യൂൻ സർവീസ്. പ്ലേസ് നിങ്ങളുടെയോ അതോ എന്റെയോ? പോയിന്റ് നമ്പർ 4, യാതൊരു കാരണവശാൽ അവരുടെ സ്പോട്ടിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ സ്പോട്ടിലേക്ക് അവരെ വരുത്തിക്കുക ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഹലോ, പ്ലേസ് ഞാൻ എവിടെയാ? പിന്നെ താജ്മഹൽ ആ, ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ place place ഉണ്ട്. ഉണ്ട്, ഞങ്ങളുടെ place. എന്നാ okay. ആദ്യം അഡ്വാൻസ് എടുക്ക്. ഓഹോ, നല്ല സ്ട്രിക്റ്റ് ഓഫീസറുണ്ടേ. തത്സമയം ഇത് പിടിക്കും. വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ട് ബാക്കി കാശ് തന്നായി കേട്ടോ. എക്സ്ക്യൂസ് മീ, വാട്ട് ഈസ് യുവർ സ്വീറ്റ് നെയിം? ജിലേബി. ജിലേബിയാ? ഓക്കെ, നല്ല സ്വീറ്റ് ആയിരിക്കും അല്ലേ അത്? ലൈഫിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. അതെ, എന്താ നിന്റെ പേര് ഇങ്ങനെ ജിലേബി? എന്തിനാന്ന് വെച്ചാ എന്റെ ചെറുപ്രായത്തിൽ എന്റെ അച്ഛൻ ജിലേബി വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ആഹാ. ഞങ്ങളുടെ കടയിൽ വരുന്നവരെല്ലാം എന്നെ കണ്ട് ജിലേബി ജിലേബി എന്ന് ആകെ വിളിക്കുമായിരുന്നു. നിന്റെ അന്ന് അച്ഛൻ മുതൽ ടയർ എന്റെ പേര് വിറ്റില്ല. ജിലേബിയായി. ഓക്കേ അല്ലേ? എനിക്കൊക്കെ. ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന മഴ വരും. എന്നാ പോവാല്ലേ? അതെ, മഴയിൽ നനഞ്ഞു പോയാലും നന്നായിരിക്കും അല്ലേ? നിങ്ങൾ തിന്നിട്ട് വന്നാൽ മതിയേ. കിട്ടുമെന്ന് വിചാരിച്ചു വന്നപ്പോഴേ കിട്ടിയത് അടിപൊളി സാധനം. റോസാപ്പൂ ആഗ്രഹിച്ചു വന്ന് നമുക്ക് കിട്ടിയത് ഒരു ജിലേബിയാണ് അറിയാം. അതെ, ഇന്ന് നമുക്ക് ശിവരാത്രിയാണ്. For more updates, like, comment, subscribe to our channel.